ഹിസ് മൈൻ പാർട്ട് 80. ആദി സാറയെയും കൊണ്ട് നേരെ പോയത് നീലേശ്വരം വീടിനടുത്തുള്ള അവൻ്റെ പേരിലുള്ള ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു. അച്ഛൻ്റെ മരണശേഷം ആദ്യമൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്ന ആദി അവിടെയായിരുന്നു താമസിച്ചത്. ആരെയും കാണാൻ സമ്മതിക്കാതെ, ആരെയും കൂടെ കൂട്ടാതെ. ഉറങ്ങിക്കിടക്കുന്ന സാറയെ ഇരു കൈയാൽ കോരിയെടുത്ത് കൊണ്ടവൻ ആ വീടിനുള്ളിലേക്ക് കടന്നു. പതിയെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി അവൻ നേരെ മുന്നിൽ കാണുന്ന മുറിയിൽ പോയി സാറയെ അവിടെയുള്ള ബെഡിലേക്ക് കിടത്തി. ശേഷം ഫോണുമായി പുറത്തേക്ക് ചെന്ന് ദേവിയെ വിളിച്ചു. 2 ദിവസം വരെ തങ്ങൾ എവിടെയാണുള്ളത് എന്ന് അവിടെ ആരും അറിയരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടാണ് അവൻ കോൾ കട്ട് ചെയ്തത്. അപ്പോൾ അവൻ്റെ മനസ്സിൽ പല കാര്യങ്ങളും വന്നു നിറയുന്നുണ്ടായിരുന്നു. കുറച്ചു നേരത്തെ ശാന്തമായ ഉറക്കിന് ശേഷം പതിയെ കൈകാലുകൾ അനക്കിക്കൊണ്ട് എഴുന്നേറ്റ സാറ മെല്ലെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അപരിചിതമായ സ്ഥലം കണ്ടതും അവൾ ഒന്ന് പേടിച്ചു. കർത്താവേ, ഞാനിതെവിടെയാ? ഇച്ചായൻ എവിടെ? അപ്പോൾ എന്നെ ആരെങ്കിലും ഇവിടെ? ചുറ്റിലും നോക്കിക്കൊണ്ടവൾ പേടിയോടെ ബെഡിലേക്കിരുന്നു. ഇച്ചായ! ഏറെ നേരമായിട്ടും അവിടേക്ക് ആരും വരാത്തത് കണ്ടതും ഇരു കൈയും ചെവിയിലേക്ക് ചേർത്ത് കണ്ണുകൾ അടച്ചുകൊണ്ടവൾ അലറിക്കൊണ്ട് വിളിച്ചു. ആ സമയം കിച്ചണിൽ കോഫി ഉണ്ടാക്കുകയായിരുന്ന ആദി അവളുടെ ഉച്ചത്തിലുള്ള വിളി കേട്ടപ്പോൾ കുടിച്ചുകൊണ്ടിരുന്ന കോഫി എറിഞ്ഞുകൊണ്ട് അവിടേക്ക് ഓടിച്ചെന്നു. എന്താ ഏഞ്ചൽ? മുറിയിലേക്ക് ഓടിച്ചെന്ന് സാറയുടെ കൈപിടിക്കുമ്പോൾ ആദിയുടെ ഹൃദയമിടിപ്പ് ഒന്നുയർന്നിരുന്നു. എന്നാൽ ഇതേ സമയം ആദിയെ കണ്ടപ്പോൾ ആശ്വാസത്തോടെ കരഞ്ഞുകൊണ്ടവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നു. ഞാൻ കരുതി എന്നെ ആരോ തട്ടിക്കൊണ്ട്. വിതുമ്പലോടെ അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ ആദി അവളുടെ മുഖം പിടിച്ചുയർത്തി അരുതെന്ന രീതിയിൽ തലയാട്ടിയിരുന്നു. ഈ ആദിശേഷൻ്റെ നെഞ്ചിൽ നിന്നും അവൻ്റെ സാറയെ കൊണ്ടുപോകാൻ മാത്രം ധൈര്യമൊന്നും ആർക്കുമില്ല ഏഞ്ചൽ. അങ്ങനെ അതിനെങ്ങാനും ആരെങ്കിലും തുനിഞ്ഞാൽ അവൻ്റെ മരണം എൻ്റെ കൈകൊണ്ടാവും. ഗൗരവത്തോടെ അതിലൊളിച്ചിരിക്കുന്ന നിറഞ്ഞ പ്രണയത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ പതിവില്ലാത്ത വിധം അവളിൽ ധൈര്യത്തോടൊപ്പം വേറെന്തൊക്കെയോ വികാരവും ഉയർത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാരണത്താൽ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി ആദിയുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി. അപ്പോൾ അവൻ്റെ കണ്ണുകളും സംശയത്തോടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട സാറ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ കണ്ണിൽ നിന്നും തൻ്റെ മിഴികൾ മാറ്റാതെ തന്നെ ആദിയുടെ ഇരു കവിളിലും തൻ്റെ കൈകൾ ചേർത്ത് വെച്ചു. ഇച്ചായ, എനിക്കിപ്പോൾ ഈ നിമിഷം ദേ ഇവിടെ ഒന്ന് ചുംബിക്കണം. കവിളിൽ വെച്ചിരിക്കുന്ന ഒരു കൈകൊണ്ട് അവൾ അവൻ്റെ ചുണ്ടിൽ പതിയെ ഒന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ ആദിയുടെ കൃഷ്ണമണികൾ ആ നിമിഷം ഒന്ന് വികസിച്ചത് സാറ വ്യക്തമായി കണ്ടു. കൂടാതെ അവൻ്റെ ഏറുന്ന ഹൃദയതാളവും മനസ്സിലാക്കിക്കൊണ്ടവൾ ആദിയെ ബെഡിലേക്ക് തള്ളിയിടുമ്പോൾ ഇന്നേ വരെ അപരിചിതമായ സാറയുടെ ഭാവം നോക്കിക്കാണുകയായിരുന്നു ആദി. അവനൊന്നും തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. പതിയെ, വളരെ പതിയെ അവൾ അവനെ ചുംബിച്ചു കൊണ്ടിരുന്നു. ആദിയുടെ ഇരുതളങ്ങളും അവൾ ഒരുപോലെ നുണഞ്ഞെടുത്തു, മടുക്കാതെ, നിറഞ്ഞ പ്രണയത്തോടെ. അപ്പോൾ ചുംബനം തുടങ്ങി വെച്ചത് സാറ ആണെങ്കിലും പിന്നെ അത് തുടർന്നത് ആദിയായിരുന്നു. അവളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ചുംബിച്ചു നിർത്തുമ്പോൾ രണ്ടുപേരിലും പ്രണയവും കാമവും കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം ആദി സാറയെയും കൊണ്ട് എവിടെയാ പോയത് അറിഞ്ഞ് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ മുറിയിൽ നടക്കുകയാണ് രഘു. ജിത്തു മൗനമായി ഇരിക്കുകയാണെങ്കിലും അവനുള്ളിൽ ആദിയെ കൊല്ലേണ്ട ദേഷ്യം ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ചായയുമായി രമ വന്നത്. ആദി എവിടേക്കാണ് പോയത് എന്ന് പറ. നിങ്ങൾക്കറിയാമായിരിക്കും അവൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ. രമയെ കണ്ടപ്പോൾ അത്രയും നേരം മിണ്ടാതെ നിന്ന ജിത്തു പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവർ ആദ്യം ഒന്ന് നടുങ്ങിപ്പോയി എങ്കിലും പിന്നെ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവരെ നോക്കി. അവൻ എവിടെ പോയാലും എന്ത് ചെയ്താലുമൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ നഷ്ടം? അവൻ എവിടെ പോയാലും എന്ത് ചെയ്താലുമൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ നഷ്ടം? ഇനിയും പിറകിൽ നടന്ന് എന്തിനാ അവരെ ദ്രോഹിക്കുന്നത്? എൻ്റെ കൊച്ചുങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. രമ അത് പറഞ്ഞപ്പോൾ തന്നെ രഘു ദേഷ്യത്തിൽ പാഞ്ഞു ചെന്ന് അവരുടെ കവിളിൽ ആഞ്ഞടിച്ചിരുന്നു. പന്ന ഡാഷ് മോളെ, എന്ത് പറഞ്ഞടി നീ? അവനെ വെറുതെ വിടണമെന്നോ? നിന്റെ കൊച്ചുങ്ങളെന്നോ? അവനെ ഈ ജന്മം ഞാൻ വെറുതെ വിടില്ല. പിന്നെ നിനക്കൊരു മകനേ ഉള്ളൂ, അത് ദേ ഇവനാണ്. ഇവൻ്റെ കൂടെയാണ് നീ ഉണ്ടാകേണ്ടത്, അല്ലാതെ അവൻ്റെ ഒപ്പമല്ല. ഇറങ്ങിപ്പോടി എൻ്റെ കൺമുന്നിൽ നിന്ന്. രഘു ദേഷ്യത്തിൽ അത് പറഞ്ഞപ്പോൾ അവർ അവരെ രണ്ടുപേരെയും നോക്കി കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടി. അച്ഛൻ എന്ത് പണിയാ കാണിച്ചേ? ദേഷ്യം കാണിച്ചോ അല്ലെങ്കിൽ സ്നേഹം കാട്ടിയോ കാര്യം സാധിക്കാമെന്ന് വെച്ചപ്പോൾ അച്ഛൻ എന്തിനാ അവരെ അടിച്ചത്? രമ പോയി കഴിഞ്ഞപ്പോൾ ജിത്തു അയാൾക്ക് നേരെ ചൂടായി. അവളുടെ വായിലിരിക്കുന്നത് കേട്ടിട്ട് എനിക്കൊന്നും അറിയാനില്ല. അവളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. അവൻ എവിടെയുണ്ടെന്ന് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. അതും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പോകുന്നയാളെ ജിത്തു കളിയോടെ നോക്കിയിരുന്നു. എടാ ആദിശേഷ, എന്നും ജയം നിനക്ക് മാത്രമായാൽ അവിടെ എന്താ ഒരു രസമുള്ളത്? ഇടയ്ക്കെങ്കിലും എനിക്കതിനൊരു അവസരം ഉണ്ടാവേണ്ടേ? ഇനിയാണ് യഥാർത്ഥ കളി തുടങ്ങാൻ പോകുന്നത്. നീ ആ ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന കാര്യം അച്ഛനോട് പോലും പറയാതെ ഞാൻ മറച്ചു വെച്ചത് നിന്നെ നശിപ്പിക്കേണ്ടത് ഞാൻ മാത്രമായതുകൊണ്ടാണ്.
കാണാം നമുക്ക് വിശദമായി തന്നെ. മനസ്സിൽ മുരണ്ടുകൊണ്ടവൻ പലതും ആലോചിച്ചിരുന്നു. എന്നാൽ ഇതേ സമയം അടങ്ങാത്ത ആവേശത്തോടെ, ആഗ്രഹത്തോടെ, പ്രണയത്തോടെ തൻ്റെ ഏഞ്ചലിനെ പൂർണ്ണമായും തൻ്റേതാക്കാൻ ഒരുങ്ങുകയായിരുന്നു ആദി. അവൻ നിറഞ്ഞ സ്നേഹത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അനുവാദം ചോദിച്ച് ഒന്നും സ്വന്തമാക്കുന്നത് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് നിന്നെ ആവുമ്പോൾ. അല്ലെങ്കിലും ഒരനുവാദവും കൂടാതെ എൻ്റെ ഹൃദയത്തിൽ വന്ന് പതിഞ്ഞവളാണ് നീ. അതുകൊണ്ട് തന്നെ ഈ നിമിഷം എല്ലാ അർത്ഥത്തിലും ഞാൻ നിന്നിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെയാണ് നീ ഏഞ്ചൽ, എൻ്റെ മാത്രം. നിന്റെ തുടക്കവും ഒടുക്കവുമൊക്കെ എന്നിൽ മാത്രം നിറഞ്ഞാൽ മതി. ആദി അതും പറഞ്ഞുകൊണ്ട് അവളുടെ അധരങ്ങളിൽ അമർത്തി ചുംബിച്ചപ്പോൾ സാറയുടെ കവിളിലെ ചുവപ്പ് നിറം വർദ്ധിച്ചിരുന്നു. വളരെ പതിയെ, മൃദുവായി ആ രാത്രിയിൽ ആദി അവൻ്റെ ഏഞ്ചലിനെ സ്വന്തമാക്കി. പൂർണ്ണമായും തമ്മിൽ അലിഞ്ഞു ചേർന്നതിൻ്റെ സന്തോഷത്തോടെയും ക്ഷീണത്തോടെയും അവർ അങ്ങനെ തന്നെ കിടന്നുറങ്ങി. ഇതേസമയം അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ജേക്കബിനരികിൽ ഇരിക്കുകയാണ് മഞ്ജു. കഠിനമായ വേദന ഇരുവരിലും ഉണ്ടെങ്കിലും രണ്ടാളുടെയും മനസ്സ് പകയാൽ ആളിക്കത്തുന്നുണ്ടായിരുന്നു. കുറച്ചു മുന്നേ നീലേശ്വരത്ത് നിന്ന് ജിത്തു വിളിച്ചിരുന്നു, ആദ്യം അവളെയും കൊണ്ട് എവിടെയോ പോയി എന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ അവനിൽ നിന്ന് അവളെ അടർത്തി മാറ്റുക പ്രയാസമുള്ള കാര്യമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇനിയും എന്തെങ്കിലും ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടുപേരും ജീവനോടെ കാണില്ല. മഞ്ജു അത് പറഞ്ഞപ്പോൾ ജേക്കബ് ഒന്ന് തലയാട്ടി. അവൾ പറഞ്ഞത് ശരിവെക്കും വിധം. എന്തായാലും ഇപ്പോൾ നമ്മളായിട്ടൊന്നിനും പോകണ്ട. അവസരം വരുമ്പോൾ ഒരുമിച്ച് ചെന്ന് ആക്രമിക്കാം. അറിയാലോ, ഇരുതല മൂർച്ചയുള്ള വജ്രായുധം പോലെയാണവൻ. ഏത് ഭാഗത്തുകൂടെ ആക്രമിച്ചാലും വേദന നമുക്കാവും. അതുകൊണ്ട് പറ്റിയ അവസരം വരെ കാത്തു നിന്നേ മതിയാകൂ, ദേഷ്യത്തോടെ അയാൾ പറഞ്ഞു. എന്തായാലും ഹോസ്പിറ്റൽ ചിലവൊക്കെ ഞാൻ നോക്കിക്കോളാം. ഡിസ്ചാർജായി വീട്ടിലെത്തിയാൽ എന്നെ വിളിക്കണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ? നമ്മളെ ഒരുമിച്ചറിയുന്ന ആരെങ്കിലും കണ്ടാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പോകുന്നു. ഗൗരവത്തോടെ അതും പറഞ്ഞുകൊണ്ടവൾ എഴുന്നേറ്റു. നീ പോയിക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ജേക്കബ് അത് പറഞ്ഞപ്പോൾ അയാളെ ഒന്ന് നോക്കിക്കൊണ്ടവൾ നടന്നു നീങ്ങി. എന്നാൽ ആ സമയം വയ്യാതെ മുറിവുകളുമായി കിടക്കുമ്പോൾ പോലും ജേക്കബിൻ്റെ കണ്ണുകൾ നടന്നു പോകുന്ന മഞ്ജിമയിലായിരുന്നു. നല്ല ചരക്ക് തന്നെയാണ് നീയും. ആദ്യം ഇവിടെ നിന്നും സുഖമായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ, എന്നിട്ട് വേണം നിന്നെ ഒന്ന് ആസ്വദിക്കാൻ. ചുണ്ടു നനച്ചുകൊണ്ട് അയാൾ അവൾ പോണത് നോക്കിക്കിടന്നു.